ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചപ്പോൾ മത്സര ഫലത്തിൻ്റെ കാര്യത്തിൽ ആരാധകർ പൂർണ്ണമായും സംതൃപ്തരല്ല. കാരണം ഇതിനേക്കാൾ ഒരു മികച്ച വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കണമായിരുന്നു എന്ന ഒരു അഭിപ്രായക്കാരാണ് ഏറെയുള്ളത്. ഈ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസിറ്റീവുകളും നെഗറ്റീവുകളും വിശദീകരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ആരാധകരുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ ഇപ്പോഴും നിറയുകയാണ്. പ്രത്യേകിച്ച് രണ്ട് താരങ്ങൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ഇടം നേടിയ രണ്ട് താരങ്ങളാണ് ഡാനിഷ് ഫറൂഖും അതുപോലെ തന്നെ സന്ദീപ് സിങ്ങും. നമുക്കറിയാം റൈറ്റ് ബാക്ക് പൊസിഷനിലായിരുന്നു സന്ദീപ് കളിച്ചിരുന്നത്. അതേസമയം ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന ഒരു റോളിലാണ് ഡാനിഷ് ഫറൂഖ് കളിച്ചിട്ടുള്ളത്. രണ്ട് പേരും മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഇവർക്ക് ഇപ്പോഴും ഒരു മാറ്റവുമില്ല എന്നാണ് പല ആരാധകരും ചോദിച്ചിട്ടുള്ളത്. അതായത് ഡാനിഷ് ഫറൂഖിൽ നിന്നും ഒരുപാട് മിസ്പാസുകൾ നമുക്ക് കാണേണ്ടി വന്നിരുന്നു. പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം അദ്ദേഹം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ പരിശീലകനായ ഡേവിഡ് കാറ്റല ഡാനിഷിനെ പിൻവലിച്ചുകൊണ്ട് ഫ്രെഡിയെ കൊണ്ടുവന്നത്. അതേസമയം സന്ദീപ് സിംഗ് മത്സരത്തിൽ ഉണ്ടായിരുന്നുവോ എന്ന് പോലും സംശയം തോന്നിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യ പകുതിയിലൊന്നും അദ്ദേഹത്തെ കണ്ടിട്ട് പോലുമില്ല. വളരെ അപൂർവമായിക്കൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തെ പിൻവലിച്ചു. പകരം ആ ഒരു പൊസിഷനിലേക്ക് അമീർ അണവാടയെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഈ രണ്ട് താരങ്ങളെയും എന്തിന് സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടുത്തി, എന്തിനാണ് എപ്പോഴും ഈ താരങ്ങൾക്ക് അവസരം നൽകുന്നത് എന്ന ഒരു ചോദ്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ആ സമയത്ത് തന്നെ ഉയർത്തിയിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇനിയിപ്പോൾ ഡാനിഷ് ഫറൂഖിനെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടുത്തരുത്, പകരം ഫ്രെഡിയെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും താരത്തെയെ ഉൾപ്പെടുത്തണം എന്നാണ് ആരാധകർ പറയുന്നത്. അതുപോലെ തന്നെ സന്ദീപ് സിംഗിനെയും ഒഴിവാക്കണമെന്ന് ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട്. ആ പൊസിഷനിലേക്ക് അമീർ അണവാടയെ കൊണ്ടുവന്നിട്ടുണ്ട്, അദ്ദേഹത്തെ കളിപ്പിച്ചാൽ മതി എന്നാണ് ആരാധകരുടെ അഭിപ്രായം. മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ സഹീഫ് ഉണ്ടായിരുന്നു. രണ്ട് വിങ് ബാക്കുമാരും മോശമായിരുന്നു. സഹീഫിന് പകരം നവോച്ച സിംഗിനെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടുത്തണം എന്നാണ് ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.